കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് വരെ, കൃത്യമായി പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മണി വരെ സോഷ്യൽ മീഡിയയിലെ താരം നിലമ്പൂർ MLA PV അൻവർ ആയിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന പോസ്റ്റുകൾക്ക് വമ്പൻ ലൈക്കും ഷെയറുമാണ് ലഭിച്ചിരുന്നത്. കൂടുതലും CPM അണികളായവരിൽ നിന്ന് കട്ട സപ്പോർട്ടാണ് അൻവറിന് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മുതൽ അൻവറിന്റെ സോഷ്യൽ മീഡിയയിലെ ജാതകം തന്നെ മാറിമറിയുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെയുമൊക്കെ പരാമർശിക്കാൻ തുടങ്ങിയതോടെ വെട്ടുകിളിക്കൂട്ടങ്ങളുടെ ലൈക്കും ഷെയറുമൊക്കെ കുത്തനെ കുറയാൻ തുടങ്ങി. അൻവറിന്റെ മുൻകാല പോസ്റ്റുകൾക്ക് കിട്ടിയിരുന്ന ലൈക്കുകളുമായി താരതമ്യം ചെയ്താൽ വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇട്ടിരിക്കുന്ന പോസ്റ്റിനോട് പ്രതികരണം കുറവാണ്. പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അൻവർ അപമാനിച്ചതോടെ CPM സൈബർ പോരാളികൾ ഇന്നലെ വരെ പിന്തുണച്ചിരുന്ന അൻവറിനെതിരെ അണിനിരന്നിരിക്കുകയാണ്. പിന്നാലെ അൻവറിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ കൂടി പ്രസ്താവന വന്നതോടെ കുതിച്ചുപാഞ്ഞ കുതിര മുടന്തുന്ന കാഴ്ചയാണുള്ളത്. പോലീസിനെതിരെ അൻവർ ആക്ഷേപങ്ങൾ തുടങ്ങിയ സമയത്ത് അത്തരം ഫേസ്ബുക്ക് കുറിപ്പുകൾക്ക് വലിയ തോതിലുള്ള സ്വീകരണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. 20,000-ന് മുകളിലാണ് ഓരോ പോസ്റ്റിനും കിട്ടിയിരുന്ന ലൈക്ക്. അതിൽ ബഹുഭൂരിപക്ഷവും CPM ഇടതുപക്ഷ പ്രവർത്തകരുടേതായിരുന്നു. നേരത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിനും അതിന്റെ ഉടമയ്ക്കുമെതിരെ അൻവർ പോരാട്ട സമയത്തും ഓരോ പോസ്റ്റിനും ലൈക്ക് അടിക്കുന്നവർ മുൻപിൽ ഇടതുപക്ഷക്കാരായിരുന്നു. അൻവറിന്റെ ഓരോ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി തന്റെ രാഷ്ട്രീയ ജീവിതം വളർത്തിക്കൊണ്ടുവന്നതിൽ നിലവിൽ അൻവറിനോളം മികവ് കാട്ടിയ രാഷ്ട്രീയക്കാർ കേരളത്തിൽ വേറെ ഇല്ലെന്ന് വേണം പറയാൻ. പറമ്പിൽ പണിയെടുക്കാതെ തന്നെ സൈബർ ലോകത്തെ സഖാക്കൾക്കിടയിൽ അൻവർ ഒരു സഖാവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മുൻകാല രാഷ്ട്രീയവും സംശയാസ്പദമായ ബിസിനസ്സുകളുമെല്ലാം അൻവറിന് ഭംഗിയായി മറച്ചുവെക്കാനും ഇതിലൂടെ സാധിച്ചു. തന്റെ രാഷ്ട്രീയ എതിരാളികളുടെ ആക്ഷേപങ്ങളും നിയമപ്രശ്നങ്ങളും പ്രതിരോധിക്കാനും അൻവറിന് സഹായമായത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത പേരായിരുന്നു. ഗുരുതരമായ പരാതികളാണ് അൻവറിനെതിരെ ഉണ്ടായിരുന്നിട്ടുള്ളത്. കോടതി വരെ വിരൽ ചൂണ്ടിയിട്ടും അൻവറിന്റെ ഇമേജ് ഉടയാതെ നോക്കിയത് സൈബർ അണികളായിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ ഇറങ്ങി പുറപ്പെട്ടപ്പോഴും ഒപ്പമുണ്ടെന്ന് അറിയിച്ചവരിൽ ഏറെ പങ്കും ഇടത് സൈബർ അണികൾ തന്നെയായിരുന്നു. ഇപ്പോഴും അൻവറിന്റെ പോസ്റ്റുകൾക്ക് താഴെ ലൈക്കുമായും കമന്റായും അതിനായുള്ള തെളിവുകൾ കിടക്കുന്നുണ്ട്. പ്രഖ്യാപിത CPM സൈബർ പോരാളികളുടെ അക്കൗണ്ടുകളിൽ അൻവറിന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്തത് ഇപ്പോഴും ബാക്കിയുണ്ട്. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളും പ്രവർത്തികളും തുടങ്ങിയപ്പോഴും അൻവർ പ്രധാനമായും ആശ്രയിച്ചത് സോഷ്യൽ മീഡിയ പിന്തുണയായിരുന്നു. തുടക്ക സമയത്ത് ആഗ്രഹിച്ചതുപോലെ കിട്ടുകയും ചെയ്തു. സാധാരണ സഖാക്കൾ തന്നോടൊപ്പം ഉണ്ടെന്നും സഖാക്കളുടെ പിന്തുണയോടെയാണ് താൻ ജയിച്ചതുമൊക്കെ വളരെ ഇമോഷണലായ പോസ്റ്റുകളും ഡയലോഗുകളും ഇറക്കി സൈബർ പിന്തുണ നഷ്ടപ്പെടുത്താതിരിക്കാനും നോക്കി. പക്ഷെ കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് കൈവിട്ടു. അൻവറിന് കിട്ടിയിരുന്ന ലൈക്കുകളിൽ 95% CPM ഇടത് ഹാൻഡുകളിൽ നിന്നായിരുന്നു. അതിപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു. അൻവറിനെ ഇത്രനാളും ശത്രുവായി കണ്ടിരുന്നവരും പിണറായി വിരുദ്ധ LDF സർക്കാർ വിരുദ്ധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പിന്തുണയാണ് ഇപ്പോൾ കിട്ടുന്നത്. CPM സൈബർ അണികളുടെ പിന്തുണ തനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും അത് വാസ്തവമല്ല. CPM സൈബർ വിഗുകൾ അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവർ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൻവറിന്റെ പഴയ പോസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ അൻവറിന് തിരിച്ചടിയായിരിക്കുന്നത്. നേരത്തെ അൻവർ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന ചാനലും ഓൺലൈൻ മാധ്യമമൊക്കെ ഇപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കാൻ മുന്നിൽ നിൽക്കുമ്പോൾ CPM സൈബർ പോരാളികൾ അത് തന്നെയാണ് ആയുധമാക്കിയതും. പഴയ പോസ്റ്റുകൾ റീഷെയർ ചെയ്തവർ അൻവറിന്റെ ക്രെഡിബിലിറ്റിയും നിലപാടും ചോദ്യം ചെയ്യുന്നുണ്ട്. പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ അൻവറിനോടുള്ള ചോദ്യങ്ങളാണ്. ഇന്നലെ വരെ അൻവറിനെ കൊണ്ടു നടന്നവർ തിരിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ എതിരായിരുന്നവരാണ് ഇപ്പോൾ അനുകൂലിക്കുന്നതെന്നും അവർക്ക് പരസ്യമായി അൻവറിനെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസോ ലീഗോ ഇതുവരെ അൻവറിനെ പിന്തുണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളുടെയും അണികൾക്ക് തൽക്കാലം നേരിട്ട് കളത്തിലിറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ തന്നെയും അൻവറിനും പുതിയ പിന്തുണക്കാർക്കും കൊടുക്കാനുള്ള മറുപടി അൻവറിന്റെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് പുതിയ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്.